എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? BJP-യിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ എന്ന് BJP-യുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അതെനിക്കും കിട്ടുമല്ലോ. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന എന്റെ പൊന്നു ദൈവമേ, അങ്ങനെ അഖിൽമാരാര് 2020 വിട്ടു, അതായത് BJP-ന്ന് ചാടു. ഇത് നേരത്തെ അറിയാവുന്ന ഒരാളുണ്ട്, നമുക്കൊക്കെ നേരത്തെ അറിയാവുന്ന, എന്നാൽ ഇത് ചാനലിൽ പറഞ്ഞ ഒരാളുണ്ട്. ഇതൊന്ന് കേട്ട് നോക്കിക്കേ. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി ഒന്ന് തിരിച്ചു പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. ജോത്സ്യനാണ്. എന്താണെങ്കിലും BJP-ന്ന് വിടാനുള്ള കാരണം അഖിൽമാരാര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു നോക്ക്. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, അത് അമ്മാതിരി നെറുകേടാണ് എന്റെ അടുത്ത് തീർക്കാൻ. സാബു ജേക്കബിനോട് തന്നെ അറിയാൻ പറഞ്ഞത്, നിങ്ങളെ ഇതിനകത്ത് വന്ന് വെടിവെച്ച് കൊന്നിട്ട് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കിയത്. എന്നെ ഇഷ്ടപ്പെട്ട ഒരു ജനതയെ നിങ്ങൾ എന്നെ വെറുപ്പിച്ചു. നിങ്ങൾ എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്നെ പൂർണ്ണ അർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തൃക്കാക്കാൻ നമ്മൾ മത്സരിക്കാൻ വന്നു. ഇതിന്റെ ഇടയിലൂടെ ഞാൻ കയറി പറയുകയാണ്, എന്നെ സാബു ജേക്കബ് കൊട്ടാരക്കര സീറ്റ് തരാന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്തില്ല. അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി പരിപൂർണ്ണമായും ഇല്ലാതാവും. പിന്നെ ആകെ എന്റെ മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയിൽ മത്സരിക്കുക. 2 പേരാണ് തൃക്കാക്കരയിൽ എന്റെ കൂടെ 2020 വേണ്ടി വർക്ക് ചെയ്യാൻ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം അവിടെ ഇവിടെ ചെല്ലുമ്പോൾ ചില ആൾക്കാരെ കാണുന്നതല്ലാതെ ഒരു മനുഷ്യനില്ല. അവസാനം കൊട്ടാരക്കരയിൽ നിന്നും കൊച്ചിയിലും തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളുമുള്ള എന്റെ അടുപ്പക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാരെയും കൂടെ വിളിച്ചിട്ടാണ്. അതല്ല ഞാൻ പറഞ്ഞത്, 2020 എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇവർ ചെയ്യേണ്ട, അതായത് എനിക്ക് 5 പൈസ തരണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. 2.5 മാസമായിട്ട് ഒന്ന് വിളിച്ചിട്ടില്ല, ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. ഇതേ സമയം നമ്മൾ പുറത്തുനിന്ന് പഴികൾ കേട്ടോണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന പഴി കേൾക്കുന്നു. അപ്പോഴാണ് BJP-യുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020 BJP-യിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലത്തിലേക്കും 2020 എത്രയാ ചെലവഴിച്ചെന്ന് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. തൃക്കാക്കര മണ്ഡലത്തിൽ എത്ര ചെലവഴിച്ചെന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അഞ്ജലി എന്റെ പൊന്നി കേട്ടാ, നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. BJP-യിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ എന്ന് BJP-യുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും അല്ലെങ്കിൽ എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അതെനിക്ക് കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ല. കൊള്ളാം, എന്തായാലും കലക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ഈ ഡയലോഗ് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഈ സീന. എന്നാലും എനിക്ക് എന്റെ അവസ്ഥ കാണുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം? യോഗ ഇല്ലേ അമ്മണിയെ പായായിട്ട് മടക്കിയാള്. നല്ല പേരാ.